ബിസ്മില്ലാഹി മാഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ദയവായി ഈ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് ആദ്യമായിട്ട് പറയുകയാണ്. കാരണം പിന്നെ വരുമ്പോൾ മറന്നുപോകും എന്നുള്ളത് വെച്ചുകൊണ്ടാണ് ആദ്യമേ ഇത് പറയുന്നത്. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ ലോക ജീവിതത്തിലായാലും ശരി പരലോക ജീവിതത്തിലായാലും ശരി ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ദിക്റാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. നമ്മൾ ഈ ലോകത്ത് വെച്ച് ഏതെല്ലാം രീതിയിലുള്ള ഉയർച്ചയിൽ നമ്മൾ ജീവിച്ചാലും ശരിയാണ്, നമ്മളെല്ലാവരും ഈ ലോകത്ത് നിന്നും മൺമറിഞ്ഞു പോകാനുള്ളവരാണ്. ഒരൊറ്റ മനുഷ്യർ പോലും ഈ ലോകത്ത് ബാലൻസ് ഇരിക്കത്തില്ല. അപ്പോൾ എല്ലാവരും നമ്മൾ പോകാനുള്ളവരാണ്. ഈ പോയി കഴിഞ്ഞാൽ എന്താണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് നമ്മളത് ചിന്തിക്കേണ്ട പ്രധാനമായ കാര്യമാണ്. എന്നാൽ നമ്മൾ ഒരുപാട് അമലുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, നമ്മൾ ദിക്ർ ഇരുന്നുണ്ട്, നമ്മൾ സ്വലാത്ത് ഇരുന്നുണ്ട്, നമ്മൾ സൽക്കർമ്മങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, പല പല സഹായങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നല്ല നല്ല അമലുകൾ തന്നെ, ഇതെല്ലാം നല്ല നല്ല കാര്യങ്ങൾ തന്നെ. എന്നാൽ തന്നെയും ഇതിനെല്ലാം ഉപരിയായിട്ടുള്ളത് ഒരു ദിക്റാണ്. ഈ ദിക്റങ്ങ് ചൊല്ലി വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്താൽ ഇരുന്നു കൊണ്ട് നമസ്കാരത്തിന് ശേഷമോ അല്ലാത്ത സമയത്തോ നല്ല നിയത്തോടുകൂടി ഹൃദയശുദ്ധിയോടുകൂടി ഇങ്ങനെ ഇരുന്ന് പല ദിവസങ്ങളിലായിട്ട് ഒരു ദിവസം 2 ദിവസം തീരില്ല. പക്ഷേ ചെല്ലുന്നവരുണ്ട് 1 ദിവസം 2 ദിവസം 3 ദിവസം അഥവാ 5 ദിവസം അഥവാ 7 ദിവസം കൊണ്ടൊക്കെ ചെല്ലി തീരുന്നവരുണ്ട്. പക്ഷേ അല്പ ദിവസം കൂടുതലായാലും ഇത് കാര്യമില്ല. ഈ ദിക്റൊക്കെ ചൊല്ലി വെച്ചാൽ അള്ളാഹുവെ നമുക്കൊരു സമാധാനം ഈ ചെല്ലുന്ന പാർട്ടിക്ക് അള്ളാഹു തആല കൊടുക്കുന്നതാണ്. എന്താണ് ദിക്ർ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ പറയാം. അപ്പോൾ ഈ ദിക്ർ ചെല്ലുന്നതിനൊപ്പം സ്വന്തമായ കാര്യത്തിനും ഈ ദിക്ർ ചെല്ലാം. അതല്ലാതെ കണ്ട് നമ്മളെ കുടുംബങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ പലരുമുണ്ട്. നമ്മളെ ഉമ്മ ഉണ്ട്, വാപ്പ ഉണ്ട്, മറ്റുള്ള വാപ്പ ഉമ്മ ഇങ്ങനെയൊക്കെയുള്ള പല പല ആൾക്കാരുമുണ്ട്. അവർക്ക് വേണ്ടിയും നമ്മൾ ഈ ദിക്ർ ചൊല്ലി അങ്ങനൊന്ന് ഹദിയ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ കരുണ കൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അവർക്ക് ഗുണങ്ങൾ കിട്ടുന്നതാണ്. ഗുണങ്ങൾ എങ്ങനെ കിട്ടുന്നതെന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ യാത്ര പോകുന്നു. ഒരു ശ്മശാനത്തിൽ കൂടി ഇങ്ങനെ യാത്ര പോകുമ്പോൾ പടച്ചവനെ ഒരു കബറിനകത്ത് ചെല്ലാൻ ബുദ്ധിമുട്ടിങ്ങനെ അനുഭവം കാണുന്നേ. ഈ അനുഭവം ഇങ്ങനെ കണ്ട സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാനസികമായിട്ട് ഇങ്ങനെ വിഷമിച്ചിട്ട് അതാ ഒരു പന നീക്കുന്നു. ചെറിയൊരു പനയാണ് അവിടെ നിന്നത്. ആ പനയുടെ ഒരു ഓല വെട്ടി അതിൻ്റെ ഒരു കമ്പെടുത്ത് അതിൻ്റെ മടലെന്ന് പറയുന്ന ഒരു ഭാഗമെടുത്ത് അവിടെ കുത്തി കൊടുത്തു. അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ഖബറിൽ അത് ഗുണം കിട്ടുമെന്നുള്ളത് നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ കുറേ നാളുകൾ കഴിഞ്ഞിട്ട് മഹാനവറുകളതിലെ യാത്ര പോകുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഖബറിൻ്റെ ഭാഗത്തുകൂടി ഇങ്ങനെ യാത്ര പോകുമ്പോൾ ആ ഖബറിൽ സന്തോഷമാണ്. ആ കഷ്ടപ്പാടിലും പ്രയാസത്തിലും കിടന്ന ആള് അതാ സ്വർഗാനുഭൂതിയിൽ ജീവിക്കുന്നു. എന്താണെന്ന് വിവരം അന്വേഷിച്ചു, എങ്ങനെയാണ് കാരണമെന്ന് അന്വേഷിച്ചു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി സഹാബത്തുക്കളെ വീട്ടിൽ വിവരം ചോദിക്കുന്നു. വിവരമെങ്ങനെ ചോദിച്ച സമയത്ത് സഹാബത്തുക്കളുടെ അന്വേഷണത്താൽ ആ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ, ഈ ഖബറിൽ കിടക്കുന്നയാളിന് വേണ്ടപ്പെട്ടയാൾ ഒന്നിൽ മകനാകാമില്ലേ മരുമകനാകാം, അല്ലെങ്കിൽ ആരോ ആയിക്കോട്ടെ ഒരാൾ 70,000 ദിക്റങ്ങോട്ട് ചൊല്ലിയിട്ട് പടച്ച തമ്പുരാനേ ഞാനതാ 70,000 ദിക്ർ ചൊല്ലി നിന്നിലേക്ക് അർപ്പിച്ചു. അല്ലാ ഈ ചൊല്ലിയിരിക്കുന്ന ഈ 70,000 ദിക്റുണ്ടല്ലോ, അത് ഏത് ദിക്റെന്ന് കൂടി ഞാൻ പറയണ്ടേ? എന്താണ് ദിക്ർ? ദിക്ർ എന്ന് പറഞ്ഞാൽ ദിക്റിലേക്ക് ഏറ്റവും ശ്രേഷ്ഠത്വമുള്ള ദിക്ർ അഫ്അലു ദിക്റാണ്. ഇതിനപ്പുറം ഒരു ദിക്റില്ല. ഈ ദിക്റിനെ സംബന്ധിച്ച് കൂടി ഒരു വിവരം ഒന്ന് പറയട്ടെ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യമാണ്. നമുക്ക് മൂസാ നബി അലൈഹിസ്സലാം എന്ന് പറയുന്ന ഒരു പ്രവാചകനുണ്ടല്ലോ.
ഈ പ്രവാചകൻ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്ന പടച്ചവരേ, നീ മറ്റൊരാൾ കൊടുക്കാത്ത ഒരു ദിക്റ് നീ എനിക്കൊന്ന് പറഞ്ഞു തരണം. എല്ലാവരും ചെല്ലും ദിക്റ് പറഞ്ഞു തരണ്ട, എനിക്കല്ലാത്തവർ ഏറ്റവും കൂടുതൽ ദിക്റ് റബ്ബേ നീ എനിക്ക് പറഞ്ഞു തരണം, ആ ദിക്റ് ഞാൻ നിനക്ക് ചെല്ലാം എന്ന് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ ആ മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹ് പറയുന്നു, എൻ്റെ മൂസാ നബിയേ, ഞാൻ ദിക്റ് കൊടുത്തിട്ടുണ്ട്, ലോകത്ത് ഞാൻ ദിക്റ് ഇറക്കിയിട്ടുണ്ട്. ആ ദിക്റ് ഏതെന്നറിയുമോ? അതിനെ വെല്ലാൻ അതിൽ കൂടുതലായിട്ടുള്ളൊരു ദിക്റില്ല. അഫ്അലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഒരു ദിക്റിൽ കൂടി ഒരു ദിക്റില്ല മൂസാ. അതുകൊണ്ട് മൂസാ നബിയേ, ഈ ദിക്ർ ചൊല്ലിയാൽ മതി എന്ന് മൂസാ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു പറഞ്ഞു. എങ്കിൽ നമ്മളും അത് കേട്ടുകൊണ്ട് നമ്മളും പറയുന്നു, ഈ ദിക്ർ നമ്മൾ ചൊല്ലിയാൽ മതി. എന്താണ് ദിക്റിൻ്റെ അർത്ഥം കൂടി എന്നൊന്ന് പറയട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനയ്ക്ക് അർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. സകല ആരാധനയും സകല ഇബാദത്തുകളും അള്ളാഹുവിനാകുന്നു. സർവ്വതും അള്ളാഹുവിന് തന്നെ. ഇത് വലുത് പിന്നെന്താണുള്ളത്? ഈ ദിക്ർ ചൊല്ലിയാൽ മതി. ആ ദിക്റാണ് നമുക്ക് ചെല്ലേണ്ടത്. അങ്ങനെ ആ 70,000 ദിക്ർ ചൊല്ലിയ മനുഷ്യൻ, ആ 70,000 ദിക്ർ ആ ഖബറിൽ കിടക്കുന്ന ഏതോ ഒരാളിനെ, ഒന്നീ സുഹൃത്താണ്, അല്ലെങ്കിൽ ഉമ്മയാണ്, അല്ലെങ്കിൽ ബാപ്പയാണ്, ആ കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലും കിടന്ന ആ മനുഷ്യന് വേണ്ടി അതാ ഹദിയ ചെയ്യുന്നു. പടച്ചവനെ, ഞാൻ ചൊല്ലി 70,000 ദിക്റിൻ്റെ പ്രതിഫലം അല്ലാ എൻ്റെ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു പോയി ഞാൻ ഖബറിലേക്ക് ഇതിൻ്റെ വണ്ണമായി ഇതിൻ്റെ പ്രതിഫലം നീ കൊടുക്കണേ അല്ലാ എന്ന് ദിയത്ത് ചൊല്ലിക്കൊണ്ട് ഈ ദിക്റതാ ഹദിയ ചെയ്യുന്നു. അള്ളാഹു സ്വീകരിക്കുകയും അതിനുശേഷം ഈ ഖബറിലെ അദാബുകളെ അള്ളാഹു തആല അതാ മാറ്റി കൊടുക്കുന്നു. അയാളങ്ങ് സന്തോഷത്തിലായി. അയാൾ സ്ത്രീയാണോ പുരുഷനാണോ എന്നറിയില്ല, ഏതായാലും ശരിയാ ഖബറാളി സന്തോഷത്തിലേക്ക് അവരെങ്ങനെ എത്തിച്ചേരുകയാണ്. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന നമ്മൾക്കും ഒരു 70,000 ദിക്റങ്ങ് ചൊല്ലി വെച്ച് കഴിഞ്ഞാൽ അത് നല്ലതാണ്. നമ്മുടെ ജീവിതകാലത്ത് നമ്മൾ മരിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു 70,000 ദിക്ർ നമ്മളങ്ങ് ചൊല്ലി അങ്ങ് വെക്കണം. കാരണം എന്ന് പറയുന്നത് നമ്മുടെ മരണം എന്ന് പറയുന്നത് എപ്പോഴെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഏത് നിമിഷവും മരണം നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് സമയപരിധിയിലില്ല. അതുകൊണ്ട് 70,000 ദിക്ർ നിർബന്ധമായിട്ടും നിങ്ങൾ ഓരോ വ്യക്തികളും ചൊല്ലി വെക്കണം. പിന്നെ അതിൽ കൂടുതൽ ചൊല്ലിയാലും ഏറ്റവും നല്ലതാണ്. ഇതിൻ്റെ കണക്കെന്ന് പറയുന്നത് 70,000 ദിക്റാണ്. അപ്പോൾ ഈ 70,000 ദിക്ർ അത് ചെല്ലണമെന്ന് താഴ്മയായി നിങ്ങളോട് ഞാൻ പറയുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ർ 70,000 ദിക്ർ നിങ്ങളിത് ചെല്ലണം. ചൊല്ലി അങ്ങ് നമ്മളെ മനസ്സിൽ അങ്ങ് ഉറപ്പിച്ച് അള്ളാഹുവിലേക്ക് അങ്ങ് വെച്ചേക്കണം. വെച്ചാൽ നിങ്ങളുടെ സക്രാത്ത് സമയത്ത്, നിങ്ങളുടെ ഖബർ ജീവിതത്തിൽ ഒക്കെ ഈ ദിക്ർ അത് വലിയൊരു പ്രയോജനത്തിലെത്തും. അതുകൂടാതെ പിന്നെ ഒരുപാട് അമലുകളൊക്കെ നിങ്ങൾക്കുണ്ടല്ലോ, അതും എല്ലാം വന്ന് ആ ഖബറിനകത്ത് വന്ന് ചേരുകയും അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ ഈ ദിക്ർ ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. 70,000 ദിക്ർ നിങ്ങളങ്ങ് ചൊല്ലി വെക്കണം. പല ദിവസം കൊണ്ടായാലും കാര്യമില്ല, കുറച്ച് ദിവസങ്ങൾ എടുത്താൽ മതി, കുറ്റമില്ല. 70,000 അഫ്ളു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്റാണ് ചെല്ലേണ്ടത്. ഇപ്പോൾ പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.